രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തെയും കാഴ്ചകളെയും തൊട്ടറിയുവാനുള്ളതെല്ലാം ഒരുക്കി സഞ്ചാരികളെ കാത്തിരിക്കുന്ന മഹാരാഷ്ട്ര. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ തലസ്ഥാനവുമായ മുംബൈയിലെയും മില്യൺ പ്ലസ് നഗരങ്ങളിലൊന്നായ നാസിക്കിലെയും കാഴ്ചകൾ കണ്ടുകഴിഞ്ഞു. നാസിക്കിൽ കുന്നിൻ മുകളിലെ പാണ്ഡവ്ലേന മഹാരാഷ്ട്രയിലെ മറ്റു പല അത്ഭുത ഗുഹകൾക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇനിയുള്ള കാഴ്ചകളൊക്കെ. നാസിക്കിൽ നിന്ന് ഷിർദിയിലെത്തിയ മാതൃഭൂമി യാത്ര ഇനി പോകുന്നത് മഹാരാഷ്ട്രയിലെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഔറംഗാബാദിലേക്കാണ്. ഷിർദിയിൽ നിന്ന് 110 കിലോമീറ്റർ ദൂരമുണ്ട് ഔറംഗാബാദിലേക്ക്. മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൽ നിന്നാണ് നഗരത്തിന് ഈ പേര് ലഭിച്ചത്. ഖാം നദിയുടെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അജന്തയും എല്ലോറയും മറ്റും ബുദ്ധിസത്തിന്റെ കാലത്ത് തുടങ്ങുന്ന ചരിത്രത്തെ ഓർമ്മിപ്പിക്കുമെങ്കിലും ഔറംഗസീബിലൂടെയാണ് ഈ നഗരം അതിന്റെ രേഖപ്പെടുത്തൽ ആരംഭിക്കുന്നത്. 1681 തന്റെ രാജ്യ ആസ്ഥാനമായി ഔറംഗസീബ് ഔറംഗാബാദിനെ തെരഞ്ഞെടുക്കുന്നത്. ശിവജിയെ കീഴടക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്കുള്ള താവളമായി കുറച്ചുകാലം ഔറംഗാബാദ് മുഗൾ അധീനതയിൽ തുടർന്നു. ഔറംഗസീബിന്റെ മരണത്തിന് ശേഷം ഇവിടെ ഹൈദരാബാദ് നൈസാമിന്റെ അധീനതയിലായി. പിന്നീട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗവും. 1960 ഔറംഗാബാദ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമാവുന്നത്. അജന്തയും എല്ലോറയും ഇല്ലാതെ ഔറംഗാബാദില്ല. ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിയും പ്രൈമറി ക്ലാസുകളിൽ പഠിച്ചു തുടങ്ങുന്ന ചരിത്രമാണ് അജന്തയുടെയും എല്ലോറയുടേതും. ഐക്യരാഷ്ട്രസഭയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവയാണ് ഇവ. ഔറംഗാബാദിൽ നിന്ന് 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചരിത്രപ്രസിദ്ധമായ എല്ലോറയിലെത്താം. നോക്കുക, ദൂരക്കാഴ്ചയിൽ ഇത് വെറുമൊരു പാറക്കെട്ടാണ്. ആ പാറക്കെട്ടിനുള്ളിലാണ് മനുഷ്യനിർമ്മിതിയുടെയും വാസ്തുശില്പത്തിന്റെയും അത്ഭുത കാഴ്ചയായി എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തേക്കെത്തുമ്പോൾ നമ്മുടെ കൺമുന്നിൽ ഗുഹാക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം തന്നെ കൊത്തുപണികളാൽ അലങ്കൃതമായി വിസ്മയ കാഴ്ചയിലേക്ക് സ്വാഗതമോതുന്നു. എല്ലോറ ഗുഹകളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതും ഈ കാണുന്ന 16ാമത്തെ ഗുഹയാണ്. കൈലാസ ക്ഷേത്രമെന്നാണ് ഇതിന്റെ പേര്. ലോകത്തെ ഏറ്റവും വലിയ ഏകശിലാ ഘടനയാണ് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെത്. ഏതാണ്ട് 10 തലമുറകളുടെ അധ്വാനം വേണ്ടി വന്നിട്ടുണ്ട് ഈ ഒറ്റക്കൽ ഗുഹാക്ഷേത്രം നിർമ്മിക്കാനെന്ന് കരുതപ്പെടുന്നു. 200 വർഷത്തിലേറെ സമയമെടുത്താണ് ഇതിന്റെ നിർമ്മാണം എന്ന് കേൾക്കുമ്പോഴും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം വലിയൊരു പാറയ്ക്കുള്ളിൽ എന്തെങ്കിലും പുതിയതായി സൃഷ്ടിക്കുകയല്ല, മറിച്ച് മറഞ്ഞു കിടന്നവയെ ചിലതൊക്കെ ചെത്തിമാറ്റി വെളിച്ചപ്പെടുത്തുകയാണ് ആ ശില്പികൾ ചെയ്തത്. ഇവിടുള്ള ശില്പങ്ങളിൽ ഏറിയ പങ്കും ആനകളാണ്. പുരാണേതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കഥാപാത്രങ്ങളെ ക്ഷേത്രച്ചുവരുകളിൽ കൊത്തിവെച്ചിരിക്കുന്നതും കാണാം. ശിവൻ തന്നെയാണ് ഈ ഗുഹാക്ഷേത്രത്തിലെ പ്രധാന ദേവൻ. ചാലൂക്യ ഭരണകാലത്ത് നിർമ്മിച്ച വിരൂപാക്ഷ ക്ഷേത്രവുമായി ഏറെ സമാനതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. പ്രവേശന കവാടം, ശിവക്ഷേത്രം, നന്ദീക്ഷേത്രം തുടങ്ങിയവയും ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകളിൽപ്പെടും. AD 735 മുതൽ 757 വരെയുള്ള കാലഘട്ടത്തിൽ
രാഷ്ട്രകൂട രാജാവായിരുന്ന ദണ്ഡിദുർഗനാണ് കൈലാസക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. തുടർന്നു വന്ന പല രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇത് ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുകയായിരുന്നു. എല്ലോറ കേവ്സിലെ 16-ാം നമ്പർ കേവ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 2 സൈഡിലോട്ടും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എല്ലോറ കേവ്സിൻ്റെ മറ്റ് ഭാഗങ്ങൾ. നമുക്ക് റൈറ്റിലോട്ട് വേണമെങ്കിൽ റൈറ്റിലോട്ട് പോകാം, ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റിലോട്ട് പോകാം. ഞാനതിൽ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഇന്ത്യൻ ഗുഹാശില്പകലയുടെ ഉത്തമ ഉദാഹരണങ്ങളായി കരുതപ്പെടുന്ന എല്ലോറ ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ പാരമ്പര്യത്തെ ഒരു പടി മുകളിലേക്ക് ഉയർത്തുന്നു. 5-ാം നൂറ്റാണ്ടു മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ രാഷ്ട്രകൂടരാണ് ചരണാദ്രി കുന്നുകളിൽ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ഹൈന്ദവ വിശ്വാസത്തിനൊപ്പം ബുദ്ധ, ജൈന വിശ്വാസങ്ങൾക്ക് കൂടി സ്ഥാനം നൽകുന്നവയാണ് ഈ ഗുഹാക്ഷേത്രങ്ങൾ. AD 450 മുതൽ 700 വരെയുള്ള കാലഘട്ടത്തിലാണ് എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. ആദ്യമായി ബുദ്ധമതക്കാരാണ് ഇവിടെ ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതെന്ന് കരുതപ്പെടുന്നു. ഗുഹകൾക്കുള്ളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ പോലും അതിമനോഹരമായി രൂപകൽപ്പന ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത്. മൊത്തം 34 ഗുഹകളുള്ള സമുച്ചയത്തിലെ ആദ്യത്തെ 12 എണ്ണം ബുദ്ധമത ക്ഷേത്രങ്ങളാണ്. തുടർന്നുള്ള 17 എണ്ണം ഹൈന്ദവ ക്ഷേത്രങ്ങളും ബാക്കി 5 എണ്ണം ജൈന ക്ഷേത്രങ്ങളുമാണ്. ഇവയെല്ലാം വിവിധ കാലങ്ങളിൽ നിർമ്മിച്ചവയാണ്. കൈലാസക്ഷേത്രം മാത്രം നിർമ്മിക്കാൻ 200-ലേറെ വർഷം വേണ്ടിവന്നെങ്കിൽ മറ്റുള്ളവയുടെ നിർമ്മാണത്തിന് എത്ര കാലം എടുത്തിട്ടുണ്ടാകാമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അവസാന ഘട്ടത്തിൽ നിർമ്മിച്ചതിനാലാകണം ജൈനക്ഷേത്രങ്ങൾ 5 എണ്ണത്തിൽ ഒതുങ്ങിയത്. അവയിൽ പലതും പണി പാതിയിൽ നിർത്തിയ അവസ്ഥയിലാണ്. വിശാലമായ അകത്തളങ്ങളും പ്രാർത്ഥനാലയങ്ങളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. ഹാളുകളുടെ ഇരുവശങ്ങളിലുമുള്ള അറകളും വലിയ കൽത്തൂണുകളുമെല്ലാം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നവ തന്നെ. കണ്ടാലും തീരാത്ത മതിവരാത്ത കാഴ്ചകളാണ് എല്ലോറയിലേത്. പക്ഷേ എല്ലോറയ്ക്കപ്പുറം അജന്തയും പിന്നെ സഞ്ചാരികളെ മാടി വിളിക്കുന്ന മറ്റ് കാഴ്ചകളും ഔറംഗബാദിൽ ധാരാളമുണ്ടെന്നോർക്കുമ്പോൾ ഈ ഗുഹാവിസ്മയത്തോട് തൽക്കാലത്തേക്കെങ്കിലും വിട പറയാതിരിക്കാനാവില്ല. ചരിത്രമുറങ്ങുന്ന എല്ലോറ കേവ്സിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഔറംഗബാദിലെ മറ്റ് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധ്യകാലഘട്ടത്തിലെ പല പട്ടണങ്ങളിൽ നിന്നും ഔറംഗബാദിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെയുള്ള 52 കവാടങ്ങളാണ്. തന്റെ രാജ്യ തലസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ ഔറംഗസീബ് നിർമ്മിച്ചതാണ് ഇവ. ഓരോന്നിനും പ്രാദേശികമായ ഓരോ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് സിറ്റി ഓഫ് ഗേറ്റ്സ് എന്നുകൂടി ഔറംഗബാദ് അറിയപ്പെടുന്നത്. 52 എണ്ണത്തിൽ 4 പ്രധാന ഗേറ്റുകളും 9 ഉപഗേറ്റുകളും മാത്രമാണ് കാലത്തെ അതിജീവിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഈ കാണുന്ന ദില്ലി ഗേറ്റ്. ഏറ്റവും നീളം കൂടിയ ഗേറ്റും ഇതാണ്. ഔറംഗബാദിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നാണ് ബീബി കാ മക്ബാര. പട്ടണത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബീബി കാ മക്ബാര 1678 നിർമ്മിക്കപ്പെട്ടത്. ഔറംഗസീബിന്റെ മകനായ ആസം ഷാ അമ്മയായ ബീഗം റാബിയ ഉൾദുറാനിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ ശവകുടീരം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും ടിക്കറ്റ് എടുക്കണം. അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത്
മനോഹരമായ ഒരു മുഗൾ ഉദ്യാനമാണ്. അതിന് നടുവിലെ നടപ്പാതയിലൂടെ പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കടക്കാം. നാല് മിനാരങ്ങളോട് കൂടിയതും മാർബിളുകൾ പതിച്ചതുമായ ഈ കുടീരവും ഒറ്റനോട്ടത്തിൽ താജ്മഹൽ തന്നെയെന്ന് തോന്നിച്ചേക്കാം.